ഹലോ മച്ചമരത്തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2-3 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം ഫോൺ റെഡിയാക്കാൻ കൊടുത്തേക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുറച്ച് സാലറിയുടെ പ്രശ്നവും കാര്യങ്ങളുമൊക്കെ, അത് കാരണമാണ് വീഡിയോ ലേറ്റ് ആയത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സൗദിയിലുള്ള ആർക്കെങ്കിലും നമ്മുടെ ഇന്ത്യൻ എംബസിയുടെയോ അവിടുത്തെ ആരുമായിട്ട് കോൺടാക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് അവരുടെ നമ്പരൊന്ന് വേണം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അവരെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ്. ഇവിടെ കുറച്ച് സാലറിയുടെയും കാര്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതൊന്നും വലിച്ചു തീട്ടത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി ഈ വീഡിയോ കണ്ടിട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എൻ്റെ കഫീലിൻ്റെ കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞ് അപ്പം ഞാനിവിടെ വന്ന് നിൽക്കുന്നു. അപ്പം കഫീലിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയെ വേണം, അവരെ കൊണ്ട് സ്കൂളിൽ ഇവിടെ. ഇത് നമ്മളെ തൊട്ട് പുറകിൽ തന്നെ, വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെ പള്ളിയില്ലേ, ആ പള്ളിയുടെ അടുത്ത് തന്നെ. അതായത് ഇതാണ് നമ്മുടെ വീട്. എന്തായാലും വെയിറ്റ് ചെയ്യാം, എപ്പോൾ വരുമെന്നറിയില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ ചെറുക്കനെ കൊണ്ടുപോയി. ഇനി അത് ഓയിലൊക്കെ മാറിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ രാവിലെ എന്തായാലും പോയത്. പിള്ളേരെ എല്ലാം സ്കൂളിൽ വിടുന്നത് ഈ വണ്ടിയിലാണ്. ഇത് കഫീൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഇവിടെ വണ്ടിക്കൊരു കുറവ് ദിവസം ഒന്നില്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കത്തുള്ളായിരിക്കും. എന്തായാലും നമുക്ക് ഇനിയും കുറച്ച് കഴിയുമ്പോൾ പിള്ളേരെല്ലാം ഇറങ്ങി വരും. ഗൈസ്, ഇതാണ് നമ്മൾ രാവിലെ നമ്മുടെ വണ്ടി കൊടുത്തിട്ട് മേടിച്ച വണ്ടി. നമ്മുടെ വണ്ടി 10-11 മണിയാകുമ്പോൾ വരുമെന്നാണ് തോന്നുന്നത്. ഇനി എന്തായാലും പിള്ളേർ ഇറങ്ങി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. വണ്ടിക്ക് ഫുൾ നീറ്റാണ്, കുഴപ്പമില്ല. ഇതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഉപകാരമാണ്. നമ്മുടെ ഈ വണ്ടി തരുമ്പോഴത്തേക്കേ നമ്മൾ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഗൈസ്, അപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഞാൻ ഉച്ചയ്ക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഈ മിണ്ടാപ്രാണിയോട് ഈ ദ്രോഹമൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ, അത് ഈ ചൂട് സമയത്ത് ഈ ചൂട് വെള്ളമായിരിക്കും ദേഹത്ത് ഒഴിച്ചേക്കുന്നത്, കണ്ടില്ലേ? ഇതെന്തായാലും പോയി മുങ്ങി, വെള്ളത്തിൽ മുങ്ങത്തില്ലല്ലോ. നോക്കിയേ, എന്തോ ദ്രോഹമൊക്കെ ചെയ്യുന്നത്. കഷ്ടമുണ്ട്. ഇതാരാ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ റൂമിൽ ആരാന്ന് അമ്മാരെന്നിട്ട് കഥകും പൂട്ടിയിട്ട് കിടന്നുറക്കം. ഈ പൂച്ചയോടൊക്കെ കാണിക്കുന്നതിൻ്റെയൊക്കെ അത് കിട്ടിക്കോളൂ, നമ്മളൊന്നും പറയാതിരിക്കുന്നതല്ല. നിങ്ങൾ ഓർക്കണം, അത് ആർക്കൊരു ശല്യമില്ല ആ പൂച്ച. അത് വേണ്ടേ, ഈ ചൂട് കണ്ടില്ലേ, അതിൻ്റെ കൂടെ ആ ചൂടുവെള്ളം കൂടെ അതിൻ്റെ ദേഹത്തോട്ട് ഒഴിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച്, ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അത്. ഇവനൊക്കെ ഒരു, ഞാൻ എന്തോ പറയാനാ, മൃഗസ്നേഹമില്ലാത്ത നാശത്തിൻ്റെ കൂടെയൊക്കെ. എന്തായാലും ഞാൻ അതേണ്ട ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്, കൊണ്ട് മാറി മേടിക്കാൻ പറഞ്ഞു. സ്കൂളോട്ടൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, അടുത്ത പണി അന്നേരം തന്നെ വന്നു. ഇവിടെ നമ്മൾ റിയാദ് ഗാലറി അടുത്ത് തന്നെ, അതൊക്കെ മാറി കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിയാദ് ഗാലറി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോകണം നമ്മൾ. ഓപ്പോസിറ്റ് അല്ല, ഇതിൻ്റെ പുറകിൽ പോകണം. ഓരോ ഗേറ്റ് ഉണ്ട്. ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ പെട്ടുപോയതാണ്, നമുക്കറിയില്ലല്ലോ കാര്യങ്ങളൊന്നും. നമ്മൾ അവരെ കൊണ്ട് ഇറക്കി, നമ്മൾ പോയി പാർക്കിങ് കിടന്നു. പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു 3-ലോട്ട് പോവാം, 4-ലോട്ട് പോവാം. ആദ്യമായിട്ട് വന്നപ്പോൾ ഒന്ന് പെട്ടുപോയ സ്ഥലങ്ങളാണ്. അത് പൊതുവേ എല്ലായിടത്തും അങ്ങനെയാണ്. ആദ്യമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പം നമുക്ക്
സെറ്റാണ്, കുഴപ്പമില്ല. ഇതിലെ താഴോട്ട് ഇറങ്ങിപ്പോ, അവിടെ പാർക്കിംഗ് താഴെ. എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടൊക്കെ ചില സമയത്ത് നല്ല തിരക്കാണ്. അതായത് നേരെ പോയി കട്ട് ചെയ്താൽ നമ്മുടെ കിങ് ഫഹദ് റോഡാണ്. നേരെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലോ, നമ്മൾ അതിൻ്റെ പുറകെ വന്ന് റിയാദ് ഗാലറിയിൽ. ഇവരെ ഇറക്കിയിട്ട് പോയിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വരുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. ഒരു കറക്റ്റ് സമയത്ത് ഇറങ്ങി വന്നില്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റികളുണ്ട്, അവർ സമ്മതിക്കത്തില്ല വണ്ടി അവിടെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇവിടെ വല്ല നമുക്ക് പാർക്ക് ചെയ്തിട്ടോ, ഇവിടെ ഗേറ്റ് നമ്പർ 5. അങ്ങനെ പാർക്കിങ് കിട്ടി. ഇവിടാണ് റിയാദ് ഗാലറി. ഇതിൻ്റെ ഗേറ്റ് നമ്പർ 5-നകത്ത് കയറിയിട്ട് പത്തോട്ടങ്ങണ്ട് കയറി ചെല്ലാനാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് സമയം കളയണ്ട, അങ്ങോട്ട് കയറാം. പക്ഷേ അതിൻ്റെ അകത്തോട്ട് ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല. പിന്നെ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ കൂട്ടല്ല ഇവിടെ. അങ്ങനെ നമുക്ക് ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള അധികാരമൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ മതി, നമ്മുടെ കാര്യം തീരുമാനമാവും. അതായത് ഇത് ഗേൾസ് വേറെ ഒന്നുമില്ല, അവരുടെ വീഡിയോ എടുത്തെന്നോ അങ്ങനെ വല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പോകുന്നില്ല. ഒന്നാമത് ഇവിടെ പെട്ട് കിടക്കുക, അതിൻ്റെ കൂടെ ഇനിയും ബാക്കിയും കൂടെ പെടാൻ വയ്യ. അപ്പം എന്തായാലും ഇതാണ് സാധനം. കട തപ്പുന്നതാണ്, കട കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ചടങ്ങ്. അപ്പം എന്തായാലും ഞാൻ പോയി ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ സാധനം തിരിച്ചു കൊടുത്ത് വേറെ മേടിച്ച്. അപ്പോൾ എന്തായാലും ഇനിയും വൈകിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പോകുമ്പോൾ എവിടെയും കാണിച്ചു. എന്തായാലും വീഡിയോ ഞാൻ ഇനി ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം. നമുക്ക് അപ്പോൾ എന്തായാലും ഇനി വീട്ടിലോട്ട് പോവാം. ഇനി പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് റിയാദ് ഗാലറിയുടെ അകത്തൂടെ നമുക്ക് കയറി പോകാം. എന്തായാലും അപ്പം ഇവിടെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമല്ലോ. ഇത് ഗേറ്റ് നമ്പർ എത്ര, 7 7 ചില സമയത്തൊന്നും ഇവിടെ പാർക്കിംഗ് പോലും കിട്ടത്തില്ല. അതാണ് നമുക്ക് ദേഷ്യം വരുന്നത്. പിന്നെ നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അടുത്തുള്ളതുകൊണ്ട്, റിയാദ് ഗാലറി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അടുത്തുള്ളതുകൊണ്ട് അങ്ങനൊരു ഭാഗ്യമുണ്ട്. ഇപ്പം എൻ്റെ കഫീലൊക്കെ വീട് മാറാൻ പോകും ഇവിടുന്ന്. ഞാൻ ഇപ്പം താമസിക്കുന്നിടത്തുനിന്ന് അവർ വേറെ പുതിയ വീട് വെക്കുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ പിന്നെ 8ൻ്റെ പണിയായിരിക്കും. ഞാനവിടെ പോയായിരുന്നു. അവിടെ പോയപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തൊന്നും അങ്ങനെ കടകളില്ല. ഓട്ടം ഒന്നുകൂടെ കൂടത്തതേ ഉള്ളൂ നമുക്ക്. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാന്ന് തോന്നുന്നു ഗേറ്റ് നമ്പർ 1. നമ്മൾ റോങ് സൈഡാണ് ഇപ്പോൾ കയറി പോകുന്നത്. അങ്ങോട്ട് ഇറങ്ങുന്നില്ല, നമുക്കിതിലേക്ക് ഇറങ്ങി ഒന്നുകൂടെ പോകാം. അപ്പുറത്തെ റോഡിൽ ചെന്നയാൾ. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. വീഡിയോ ലാഗാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം പറയണം. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പറയുന്ന തൊട്ട് വേണം ഞാൻ ചെയ്യാൻ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇങ്ങനെ വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോ? ചിലർ പറഞ്ഞ് ഇങ്ങനെ ലോങ് ആയിട്ട് വീഡിയോ എടുക്കല്ലേ, ഇങ്ങനെ വണ്ടിയുടെ ഫ്രണ്ട് കാണിച്ചുകൊണ്ട്. പക്ഷേ അറിയാമല്ലോ, ഇവിടെ നമുക്കല്ലാതെ കൈ പിടിച്ച് ക്യാമറ എടുക്കാനൊന്നും പറ്റത്തില്ല.
എപ്പോഴാണ് ക്യാമറ അടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതേ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ വന്ന് ഇവിടെ നിന്ന് നമ്മൾ പോയി യൂ ടേൺ അടിക്കണം. യൂ ടേൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് പോകും. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞ് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഈ ഹൗസ് ഡ്രൈവർ ആയതുകൊണ്ട് നമുക്കൊരു എപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ്. ഇത് പറഞ്ഞൊരു മാളാണ് അൽഹറ. ഇതിൻ്റെ സൈഡിൽ കൂടെ റൈറ്റ് കയറിയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എവിടെ ആയിട്ടാണ് വീട്. അപ്പം അങ്ങോട്ട് വീട്ടിലോട്ട് പോകാം. അങ്ങനെ വൈകുന്നേരമായി. ഇവിടെ ഇരുട്ട് വീണ് തുടങ്ങി. ഇപ്പം ഓട്ടം പോകാൻ വിളിച്ചതാണ്. ഇപ്പോൾ വെളിയിലോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഈ ടൈമൊക്കെ. ഇവിടെ എന്നാലും ഒരു ചെറിയ ചൂടുണ്ട് ഈ സമയത്ത് കേട്ടോ. എത്ര ഇരുട്ടിയാലും ഇനി ഈ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ചൂടിൻ്റെ കാര്യമൊക്കെ അങ്ങ് മറക്കും. അതുപോലെ ഇരട്ടി തണുപ്പുമായിരിക്കും. വേണ്ടേ ഒന്ന് വെളിയിൽ നിൽക്കുക. എന്താ എങ്ങോട്ട് പോകാൻ നിൽക്കുക? ഇവൾക്കൊരു പണി കിട്ടിയതാ. പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ ഇത് കണ്ടില്ലേ, അവിടെ 2-3 പൂച്ചകളുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് കളിക്കാൻ പോയി, അത് തല്ലി ഓടിച്ചതാണ്. അതേ പിന്നെ ഇങ്ങനെ വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. നീ ചാടി എന്നെ നാണം കിടത്തരുത്. പറഞ്ഞാൽ തീരെ അനുസരണയൊന്നുമില്ല. പക്ഷേ ഭയങ്കര സ്നേഹമാണ്. കണ്ടോ, ചാടല്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ചാടി കയറി അകത്ത് പോയി. ഞാൻ ഓട്ടം പോവാ. അവന്മാർ നിന്നെ വെളിയിറക്കി കഥ അടയ്ക്കും, അല്ലെങ്കിൽ അകത്ത് പോകും. ഗൈസ്, അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ തൊയ്ബ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഇവിടെ പാസ്സുണ്ട്. ഇവിടുന്ന് പാസ് എടുത്ത് നമ്മളിങ്ങനെ അകത്തോട്ട് കയറി ഇതിൻ്റെ അകത്തെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചുതരാം. ഈ കാർഡ് കിട്ടും, ATM കാർഡ് കിട്ടും. തിരിച്ചിറങ്ങുമ്പോൾ നിൽക്കുന്ന നമ്മുടെ മലയാളി ചേട്ടൻ, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ ആ ചേട്ടൻ്റെ വണ്ടി എൻ്റെ സെയിം കംപ്ലൈൻറ്റ് തന്നെ. അതായത് റേഡിയേറ്റർ വെള്ളം ലീക്കാകുന്നു, ആ സെയിം കംപ്ലൈൻറ്റ് തന്നെ. അതായത് നമ്മുടെ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്. ആണ്ട വണ്ടിയും കംപ്ലൈൻറ്റ്. ടയർ പൊട്ടിക്കാതെ. അവിടെ തൊയ്ബ ഇന്നപ്പോൾ അവിടെ നിന്നൊരു കഫീൽ വന്നു. ഇതെന്തോ പച്ചക്കറി കഴിക്കാൻ എന്തോ, അതെ എൻ്റെ ഇലവർഗം. അങ്ങനെ നല്ല സൗദികളൊക്കെ ഉണ്ട് ഇവിടെ. സൗദിയെ കുറ്റം പറയുന്നൊന്നുമില്ല, സൗദികളെ. പക്ഷെ നമ്മളെ കൊണ്ടുവരുന്നവന്മാരാണ് ഇതിനെല്ലാം നമുക്കിട്ട് പണിയായിരുന്നു. ഇപ്പോൾ എന്തായാലും മേഡത്തിൻ്റെ ഫാമിലി വീട്ടിൽ വന്ന് കിടക്കുക. ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്നറിയില്ല. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്തുവാടി വേണേ? എന്തുവാ, ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ നിൽക്കുക. സമയം ഞാൻ കാണിച്ചു തരാം. വാ. എന്താ നിനക്കൊന്നും ഉറക്കമില്ലയോ? നിനക്കെന്ത് ഉറക്കമില്ലായിരുന്നു? എവിടെ പോവാ? ഇതിനാണ് ഇത്ര നേരം നോക്കിയിരുന്നു വെളിയിൽ ചാടാൻ വേണ്ടി. വീണ്ടോ? വാ 1:30 ആയി.
1:30 വാ കിടക്ക. വേണ്ടാ, ഞാനോർത്ത് വെളി കാത്തു നിന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വാടി, ഇറങ്ങി വാ. ആ കൊള്ളാം, അതിൻ്റെ അടിയിൽ കയറി ഇരിക്കുന്നു. എന്നാ ഞാൻ പോവാ, ഞാൻ കഥ പൂട്ടുവേ. വാ വാ വാ, ഞാൻ കഥ അടയ്ക്കാൻ പോവാ. കയറിക്കോ, വന്ന് അകത്ത് കയറിക്കോ. കണ്ണൊക്കെ തിളങ്ങും, നീ വല്ല യക്ഷി വല്ലതും ആണ്. ആ പോ 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 പോ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.